ഹലോ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോ ഇന്നത്തെ വീഡിയോ നേരെ ഇന്ന് നമ്മുടെ വെക്കേഷൻ ചലഞ്ചിന്റെ 4ാമത്തെ ക്ലാസ് ആണ് കേട്ടോ നമ്മൾ കാണാൻ പോകുന്നത്. വെക്കേഷൻ എല്ലാവരും സമയം മാക്സിമം യൂസ് ചെയ്യുക. ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസ് ഒക്കെ കാണാൻ, നിങ്ങൾ ഇംഗ്ലീഷ് ഇമ്പ്രൂവ് ചെയ്യുക, മറ്റുള്ള സ്കില്ലുകളൊക്കെ നിങ്ങൾ ഇമ്പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ ഇന്നല്ല നാളെ വിഷു ആണ്. നമ്മൾ ഈ വീഡിയോ വിഷുവിന്റെ തലേദിവസമാണ് ഷൂട്ട് ചെയ്യുന്നത്. എന്തായാലും എല്ലാവരോടും അതുകൊണ്ട് അഡ്വാൻസ് ഹാപ്പി വിഷു യു ഓൾ. നമ്മള് വിഷു കഴിഞ്ഞിട്ടായിരിക്കും മിക്കവാറും ഇത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുക. അതുകൊണ്ട് അഡ്വാൻസ് എന്നുള്ളത് ഇപ്പൊ പറയാണ്. വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇത് അഡ്വാൻസ് ആയിരിക്കില്ല, വിഷു കഴിഞ്ഞിട്ടുണ്ടാവും. ഓക്കെ, പക്ഷെ വേറെ നിവൃത്തിയില്ല. കാരണം നമ്മൾ 3ാമത്തെ ക്ലാസ് ഓൾറെഡി എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി അത് സീരിയസ് ആയിട്ട് ഇടുന്ന കേസ് ഉള്ളത് കൊണ്ട് തീർച്ചയായിട്ടും ഇത് അത് കഴിഞ്ഞിട്ടായിരിക്കും വരിക. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ എന്തായാലും വിഷുവിനെ കുറിച്ചിട്ടുള്ള ചെറിയൊരു കാര്യമാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ വിഷുവിനെ കുറിച്ചിട്ട് തന്നെ ആയിക്കോട്ടെ നമുക്ക് ഇന്നത്തെ ടോപ്പിക്ക്. സമയങ്ങളായത് നമുക്ക് നേരെ പോവാം. ഓക്കെ, അപ്പോൾ നമ്മൾ വിഷു ആയിട്ട് വീട്ടിൽ നടക്കുന്ന ചെറിയൊരു കോൺവെർസേഷനാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ വീട്ടിൽ അച്ഛൻ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അച്ഛനോട് ചോദിക്കുകയാണ്, അച്ഛാ വിഷുവായിട്ട് നമ്മൾ ഫ്രഷ് വെജിറ്റബിൾസ് ഒക്കെ മേടിച്ചിട്ടുണ്ടോ? ഓക്കെ, അപ്പോൾ അച്ഛാന്ന് ചോദിച്ചോ, അങ്ങനെ തന്നെ ചോദിച്ചു. അച്ഛാ, ഫാദർ, have you bought fresh vegetables? Yes, have you bought fresh vegetables? ഫ്രഷ് വെജിറ്റബിൾസ് ഒക്കെ മേടിച്ചിട്ടുണ്ടോ? അപ്പം അച്ഛൻ പറയാണ്, ഞാൻ എല്ലാ ഫ്രഷ് വെജിറ്റബിൾസും മേടിച്ചിട്ടുണ്ട്. ഓക്കെ, യെസ്, I bought. അല്ല, മേടിച്ചിട്ടുണ്ട് എന്ന് പറയണം. ഓക്കെ, I have bought fresh vegetables. I have bought all fresh vegetables. അല്ലേ, എല്ലാ ഫ്രഷ് വെജിറ്റബിൾസും ഞാൻ മേടിച്ചിട്ടുണ്ട്. ഇനി മേടിച്ചു എന്നാണെങ്കിൽ ഐ ബോട്ട് എന്ന് മാത്രം മതി കേട്ടോ, അവിടെ ഹാവ് വേണ്ട. അപ്പോൾ എല്ലാ ഫ്രഷ് വെജിറ്റബിൾസും മേടിച്ചിട്ടുണ്ട്. അപ്പം നീ പറയണ നമുക്ക് ഈ ഫ്രഷ് വെജിറ്റബിൾസ് ഒക്കെ ഉപയോഗിച്ചിട്ട് നല്ല അടിപൊളി ഒരു സദ്യ ഉണ്ടാക്കാം. ഓക്കെ, നമുക്ക് അടിപൊളി ഒരു സദ്യ ഉണ്ടാക്കാം. Okay, we can make so good ഗുഡ് വേണ്ട, നമുക്കൊരു ഡെലീഷ്യസ് കൊടുക്കാം. ഡെലീഷ്യസ് സദ്യ, അല്ലെങ്കിൽ ഫീസ്റ്റ് എന്ന് പറയാം കേട്ടോ. We can make a delicious feast by using this fresh vegetables. ഫീസ് അല്ല. ഓക്കെ, അപ്പോൾ നമുക്ക് നല്ലൊരു അടിപൊളി സദ്യ ഉണ്ടാക്കാം എന്ന് പറയാണ്. അപ്പോൾ അമ്മ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അമ്മേനോട് ചോദിക്കുകയാണ്, അമ്മ നാളെ ഉണ്ടല്ലോ രാവിലെ നേരത്തെ എന്നെ ഉറക്കത്തുനിന്ന് എണീപ്പിക്കണം, എന്നിട്ട് എന്നെ വിഷുക്കണി കാണിപ്പിക്കണം എന്ന് പറയണം. അപ്പോ അല്ല, അമ്മേനെ വിളിക്കാണ്. അമ്മ പ്ലീസ് wake me up. നിങ്ങൾ എന്നെ നേരത്തെ എഴുന്നേൽപ്പിക്കണം. ഉറക്കത്തുനിന്ന് എഴുന്നേൽപ്പിക്കുന്നതിനാണ് നമ്മൾ വേക്ക് മീ അപ്പ് എന്ന് പറയാട്ടോ. അപ്പൊ നിങ്ങൾ നേരത്തെ എന്നെ ഉറക്കത്തുനിന്ന് എണീപ്പിക്കണം, എന്നിട്ട് എന്ത് ചെയ്യണം? അല്ല, എന്നെ വിഷുക്കണി കാണിപ്പിക്കണം എന്ന് പറയണേ. നമ്മളൊരു കാര്യം ചെയ്യിപ്പിക്കാൻ വേണ്ടി പറയുന്നത് മേക്ക് എന്നുള്ള വാക്ക യൂസ് ചെയ്യാം. യു മേക്ക് മീ ലുക്ക് വിഷുക്കണി. യു മേക്ക് മീ ലുക്ക്. വിഷുക്കണിക്ക് നമുക്ക് വിഷുക്കണി തന്നെ പറയാം കേട്ടോ. കാരണം നമ്മുടെ ഈ മലയാളീകരിച്ചിട്ടുള്ള പല വാക്കുകളുണ്ടല്ലോ, വിഷുക്കണി, വിഷു സദ്യ, ഇതിനൊക്കെ നമുക്ക് അങ്ങനെ തന്നെ പറയാം. ഇതൊന്നും വേറെ രാജ്യങ്ങളിൽ വരുന്ന ഫെസ്റ്റിവൽസും കാര്യങ്ങളൊന്നുമല്ല. അപ്പം നമ്മൾ നമ്മുടേതായിട്ടുള്ള പല ഡെലീഷ്യസ് ഫുഡ്സിനും ഫെസ്റ്റിവൽസിനൊക്കെ അതേ പേര് തന്നെ യൂസ് ചെയ്യാം, നോ പ്രോബ്ലം. ഓക്കെ, അപ്പം നമുക്ക് എന്താ പറഞ്ഞത് മറന്നുപോയല്ലോ. അല്ലല്ല, എന്നെ വിഷുക്കണി കാണിപ്പിക്കണം എന്ന് പറഞ്ഞു അല്ലേ. ഓക്കെ, അപ്പം അമ്മ എഗ്രി ചെയ്തു കേട്ടോ. അങ്ങനെ നീ ഉറങ്ങി കഴിഞ്ഞപ്പോൾ നമ്മൾ എപ്പോഴാ പടക്കം പൊട്ടിക്കുക? എപ്പോഴാ? രാത്രിയല്ല, വിഷുവിൻ്റെ അന്ന് പുലർച്ചെ രാവിലെ എഴുന്നേറ്റ് വിഷുക്കണി കണ്ടതിന് ശേഷം അപ്പോൾ പുലർച്ചെയാണ് നമ്മൾ പടക്കം പൊട്ടിക്കുക. പക്ഷെ നീ ആ സമയത്ത് ഇത്രയും കാലം കിടന്നുറങ്ങിയതാണ്, മനസ്സിലായില്ലേ? രാത്രിയല്ല പൊട്ടിക്കുക. നമ്മൾ വിഷുക്കണി കണ്ട് നമുക്ക് കൈനീട്ടൊക്കെ തന്നിട്ടൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുക, പടക്കം പൊട്ടിക്കുക. ഓക്കെ, വൈകുന്നേരം ആവുമല്ലോ, രാവിലെ പുലർച്ചയ്ക്ക് 4 മണിക്ക്.
അതെ. അപ്പൊ രാവിലെ അമ്മ ഒന്ന് വിളിച്ചു കേട്ടോ. അപ്പൊ വിളിച്ചപ്പോ അമ്മ വിളിക്കുകയാണ്, ഉറക്കത്തുനിന്ന് എഴുന്നേൽക്കെന്ന് പറയാം. ഗെറ്റപ്പ് എന്ന് പറയാണല്ലേ. അപ്പൊ വിഷുക്കണി കാണാൻ ഉള്ള ആഗ്രഹവും അതുപോലെ വിഷുവിന്റെ അന്നും ആയതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മൾ വേഗം എഴുന്നേൽക്കും. അല്ലാത്ത ദിവസമൊക്കെ ആണെങ്കിൽ എന്തായാലും വിളിച്ചു കഴിഞ്ഞാൽ എഴുന്നേൽക്കൂല അല്ലേ. അപ്പൊ ഞാൻ പെട്ടെന്ന് എഴുന്നേറ്റു എങ്ങനെ പറയാ? അപ്പൊ ഞാൻ പെട്ടെന്ന് എഴുന്നേറ്റു എങ്ങനെ പറയാ? അപ്പൊ വെരി ഫാസ്റ്റ്. ഐ ഗോട്ട് അപ്പ് വെരി ഫാസ്റ്റ്. ഞാൻ പെട്ടെന്ന് തന്നെ എഴുന്നേറ്റു. പിന്നെ ഞാൻ ഫ്രഷ് ആയി. ഞാൻ പെട്ടെന്ന് അല്ല ഫ്രഷ് ആവൂല കേട്ടോ. വിഷുവിന്റെ അന്ന് ഫ്രഷ് ആവുന്നില്ല. നമ്മൾ എഴുന്നേറ്റിട്ട് നേരെ പോയിട്ട് വിഷുക്കണി കാണുക ചെയ്യാം. അപ്പൊ അമ്മ എന്നെ കൊണ്ടുപോയിട്ട് വിഷുക്കണി കാണിപ്പിച്ചു എന്ന് പറയണം. മൈ മദർ മെയ്ഡ് മീ ലുക്ക് അറ്റ് വിഷുക്കണി. അമ്മ എന്നെ വിഷുക്കണി കാണിപ്പിച്ചു അല്ലേ. അപ്പൊ അമ്മയോട് നമ്മൾ ചോദിക്കാണ്, അടുത്ത എന്താ ചോദിക്കാ? പായസം. രാവിലെയോ? വിഷുവിന് രാവിലെ വിഷുക്കണി ഉണ്ട് ഞാൻ എന്താ ചോദിക്കാ? എന്താ ചോദിക്കാ? അതാ പറഞ്ഞത്, കൈ നീട്ടി അപ്പോൾ മനസ്സിലാക്കിക്കോണം പൈസയാണ് അല്ലേ. അമ്മ വിഷുക്കണി അല്ല കൈനേട്ടം തരൂ. വിഷുക്കണി കണ്ടു. മദർ പ്ലീസ് ഗെറ്റ് അല്ല ഗീവ് ഉപയോഗിച്ചാൽ മതി. വിഷുക്കൈനീട്ടം അല്ലേ. അപ്പൊ അമ്മ അവിടെ വിഷുക്കൈനേട്ടം ചോദിച്ച് മേടിക്കാം കേട്ടോ. അപ്പൊ അതിന്റെ ആവശ്യമൊന്നും വരാറില്ല. വിഷുക്കൈനേട്ടമൊക്കെ നമ്മൾ സെറ്റ് ചെയ്ത് വെക്കാറുണ്ട്. അപ്പൊ എന്തായാലും അമ്മ എന്ത് ചെയ്തു? വിഷുക്കൈനേട്ടം തന്നു. ഇന്നത്തെ പണി എന്നാ വെച്ചാല് നാളത്തേക്കുള്ള വിഷുക്കണി എനിക്ക് ഒരുക്കി വെക്കണം. അപ്പൊ അമ്മ വിഷുക്കൈനേട്ടം തന്നു എന്ന് പറ. Okay, my mother gave me വിഷുക്കൈനേട്ടം തന്നു. അങ്ങനെ വിഷുക്കൈനേട്ടമൊക്കെ കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പടക്കം പൊട്ടിക്കാൻ പോകാം കേട്ടോ. അപ്പോൾ നമ്മൾ ഈ പടക്കം പൊട്ടിക്കുന്ന സംഭവം ഉണ്ടല്ലോ, അതിനകത്ത് കുറച്ച് കാര്യങ്ങൾ എങ്ങനെയാണ് പറയാൻ നിങ്ങൾ നോട്ട് ചെയ്യാം കേട്ടോ. അതിൽ നമ്മൾ ജസ്റ്റ് വാക്കുകൾ ഞാൻ പറഞ്ഞുതരാം. നമ്മള് ഈ കത്തിക്കുക എന്നുള്ളതിന് നമ്മൾ പറയുന്ന പേര് ലൈറ്റ് എന്നാണ്. അപ്പൊ ലൈറ്റ്, ലിറ്റ് കത്തിക്കുക, കത്തിച്ചു. അതേപോലെ നമ്മൾ പൊട്ടിക്കൂലേ, പൊട്ടിക്കുന്നതിന് നമ്മൾ പറയുന്ന പേരാണ് ബേസ്റ്റ്. BURST കേട്ടോ. BURST. ഇത് മൂന്നും ബേസ്റ്റ് തന്നെയാണ്. പൊട്ടിക്കുക, പൊട്ടിച്ചു, പിന്നെ അതിന്റെ V3 വരുന്നത് ബേസ്റ്റ് തന്നെയാണ്. തേഴ്സ്റ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ദാഹം എന്നാണ് കേട്ടോ. ഓക്കെ. അപ്പൊ നമ്മള് പൊട്ടിക്കുക. അപ്പോ അതുപോലെ പടക്കത്തിന് നമ്മൾ പറയുന്ന പേര് ക്രാക്കേഴ്സ് എന്നും, പൂത്തിരിക്ക് നമ്മൾ പറയുന്ന പേര് മിലിക്കുട്ടിക്ക് പറയാൻ കിട്ടുന്നില്ല വാക്ക്, സ്ക്രൂ ഒന്നല്ല, സ്പാർക്ലേഴ്സ് എന്നാ പറയാ. പൂത്തിരികൾ. മേശപ്പൂവിന് നമ്മള് മേശപ്പൂ എന്ന് പറയും, മത്തപ്പൂ എന്ന് പറയും. അതിന് ഇംഗ്ലീഷ് പറയുന്ന പേരെന്താ? അതിന് ഫ്ലവർ പോട്ട് എന്ന് പറയും. പിന്നെ ചക്രത്തിന് എന്താ പറയാ? ഗ്രൗണ്ട് സ്പിന്നർ എന്ന് പറയും കേട്ടോ. അപ്പൊ ഇത്രയൊക്കെയാണ് നമ്മൾ പടക്കങ്ങൾക്കും പൂത്തിരികൾക്കും ഇതിനൊക്കെ പറയുന്ന പേര്. അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മൾ എങ്ങനെ കത്തിക്കുക, പൊട്ടിക്കുക എന്നൊക്കെയാണ് പറയാൻ പോണേ. ഓക്കെ. അപ്പൊ നമുക്ക് വിഷുക്കൈനേട്ടമൊക്കെ കിട്ടിട്ടോ. വിഷുക്കൈനേട്ടം കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത പരിപാടി എന്താ? ചിലവര് പടക്കൊന്നും പൊട്ടിക്കൂല, നേരെ പോയി കിടന്നുറങ്ങും രാവിലെ. അപ്പൊ നമ്മൾ ഈ വർഷം പടക്കം പൊട്ടിക്കാൻ പോവാണ്. നമ്മള് അനിയനെ വിളിക്കാൻ പോവാം കേട്ടോ. അനിയനെ വിളിച്ചിട്ട് പറയാം, വാ നമുക്ക് പോയി പടക്കം പൊട്ടിക്കാം എന്ന് പറയാണ്. പക്ഷെ നിങ്ങൾ പടക്കം പൊട്ടിക്കാൻ പറ്റില്ല, നിങ്ങൾ പൂത്തിരി എത്തിച്ചാൽ മതി. പടക്കം ഞാൻ പൊട്ടിച്ചു തരും. അപ്പൊ നീ അവനോട് പറയണം ബോംബ് അങ്ങനെയൊന്നല്ലേ. പടക്കം പൊട്ടിക്കാൻ പറ്റില്ല. അപ്പൊ നീ പറയണം പൂത്തിരി, അതേപോലെ മേശപ്പൂച്ചക്കരം, അതൊക്കെ ഞാൻ പൊട്ടിക്കും. അപ്പൊ എങ്ങനെ പറയാ? നമുക്ക് വരൂ, നീ വരൂ, നമുക്ക് പോകാം. Come with me. Let's go. നമുക്ക് പോകാം. And light. Sparklers. പിന്നെ flower pots. And ground spinners. പടക്കങ്ങളും മേശപ്പൂകളും ചക്രങ്ങളും ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം? കത്തിക്കാം അല്ലെ എന്ന് പറയാം. അപ്പോ നിങ്ങൾ രണ്ടുപേരും കൂടി മേശപ്പൂവും ചക്രവും പൂത്തിരിയൊക്കെ കത്തിക്കാനായിട്ട് പോയി അല്ലെ. കത്തിക്കാൻ മീൻസ് ലൈറ്റ് ചെയ്യാനായിട്ട് പോയി. എന്നിട്ട് തിരിച്ചു വന്നിട്ട് അമ്മേനോട് പറഞ്ഞു, അമ്മ ഞങ്ങള് പൂത്തിരി കത്തിച്ചു, മേശപ്പൂ കത്തിച്ചു, ചക്രം കത്തിച്ചു എന്നൊക്കെ പറയണം. അപ്പൊ എങ്ങനെ പറയാ? അപ്പോ Mama, we lit sparklers. ഇതെപ്പോഴും പറയാൻ കിട്ടുന്നില്ല. സ്പാർക്ലേഴ്സ്
ഫ്ലവർ പോട്ട്സ്, ഗ്രൗണ്ട് സ്പിന്നേഴ്സ് Spinners. അല്ലെ, ഗ്രൗണ്ട് സ്പിന്നേഴ്സ്. ഞങ്ങള് ഗ്രൗണ്ട് സ്പിന്നേഴ്സ് കത്തിച്ചു, മേശപ്പൂ കത്തിച്ചു, സ്പാർക്ലേഴ്സ് എന്നുള്ള മേൽക്കൂടിക്ക് പറയാൻ കിട്ടുന്നില്ല കേട്ടോ. കിട്ടുന്നല്ലോ ഇടയ്ക്ക് ഇപ്പൊ കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പൊ അതെല്ലാം കത്തിച്ചു എന്ന് വന്ന് പറയാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ സ്വാഭാവികമായിട്ടും വിഷുവിന് അന്നത്തെ ഏകദേശം പരിപാടികളൊക്കെ തീരും. പിന്നെ നമ്മൾ പിറ്റത്തെ ദിവസം മീൻസ് അന്ന് തന്നെ രാവിലെ എഴുന്നേറ്റിട്ട് ബാക്കി നമ്മുടെ റിലേറ്റീവ്സും ബാക്കിയുള്ള ആളുകൾക്ക് നമുക്ക് വിഷുക്കൈനീട്ടം പക്ഷെ ഞങ്ങളിവിടെ അങ്ങനെയല്ല. രാവിലെ എണീച്ച് വിഷുക്കണി കാണും, പക്ഷേ പിന്നെ പോയി കിടന്നുറങ്ങും. പിന്നെ പോയി കിടന്നുറങ്ങും. അപ്പൊ അങ്ങനെ നമ്മൾ വീണ്ടും പോയി കിടന്നുറങ്ങി. പിന്നെ നമുക്ക് അടുത്തത് നമ്മുടെ ഫ്രണ്ട്സും നമ്മുടെ റിലേറ്റീവ്സും ഒക്കെ നമ്മുടെ വീട്ടിലേക്ക് വരും. പക്ഷേ ഗൈസ്, ഞങ്ങളെ റിലേറ്റീവ്സ് എന്ന് വെച്ചാൽ ഞങ്ങളെ കസിൻസ് അച്ഛൻ്റെ അനിയത്തിയും ചേച്ചി എല്ലാരും വരുന്നതൊക്കെ വൈകുന്നേരമാവും. അതുകൊണ്ട് കാരണം ഒലിക്ക് അത് മിക്കവാറും അങ്ങനെ എല്ലാവരുടെ വീട്ടിലും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കാം. പിന്നെ അതുകൊണ്ട് ഞങ്ങൾ വൈകുന്നേരം എല്ലാരും അത് അടുത്ത സെറ്റ് വീണ്ടും നമ്മൾ എന്ത് ചെയ്യും, അന്ന് വൈകുന്നേരം ബാക്കിയുള്ള ക്രാക്കേഴ്സ് ഒക്കെ നമ്മൾ വീണ്ടും കത്തിക്കും. അല്ല, ക്രാക്കേഴ്സ് പൊട്ടിക്കുന്നതിന് നമ്മൾ പറഞ്ഞില്ലല്ലോ. അപ്പൊ നമ്മള് പടക്കം പൊട്ടിച്ചു എന്ന് എങ്ങനെ പറയാം? അല്ലല്ല, ലിറ്റ് കത്തിക്കുന്നതിനാണ് നമ്മൾ പറയാ. പൊട്ടിക്കുന്നതിന് നമ്മൾ ബേസ്റ്റ് എന്നാ പറയാ. വി ബേസ്റ്റ് ക്രാക്കേഴ്സ്. നമ്മള് പടക്കം പൊട്ടിച്ചു. രാവിലെ ഒന്നും പടക്കം പൊട്ടിക്കാറില്ല. അപ്പൊ വി ബേസ്റ്റ് ക്രാക്കേഴ്സ് എന്നാണ് കേട്ടോ. അതായത് നമ്മൾ പടക്കം പൊട്ടിച്ചു എന്നാ പറയാം. അപ്പൊ ഈ ലിറ്റും അതുപോലെ തന്നെ ബേസ്റ്റും ഈ രണ്ട് വാക്കും നമ്മളൊന്ന് ഓർത്തിരിക്കുക. വിഷു ആകുമ്പോ നമുക്ക് ആവശ്യം വരും. ഓക്കെ, വല്ല വീഡിയോയോ അതോ ഇംഗ്ലീഷ് പറയാനുള്ളതൊക്കെ ആണെങ്കിൽ. അതെ. അപ്പൊ നമ്മള് ഇനി അത് കഴിഞ്ഞിട്ട് വിഷു ഒക്കെ കഴിഞ്ഞിട്ട് നമ്മള് സ്കൂളിൽ ചെന്നു കഴിഞ്ഞപ്പോൾ കുട്ടികളോടൊക്കെ നമ്മൾ പറയാണ്, ഞങ്ങളുണ്ടല്ലോ, എനിക്ക് നന്നായിട്ട് പടക്കം പൊട്ടിക്കാനുണ്ടായിരുന്നു, പിന്നെ പൂത്തിരി കത്തിക്കാനുണ്ടായിരുന്നു, ഫ്രണ്ട്സിന്റെ വീട്ടിൽ പോകാനുണ്ടായിരുന്നു, ഇതൊക്കെ ഞാൻ ചെയ്തു എന്ന് പറയണം. അപ്പൊ നമ്മൾ എന്ത് യൂസ് ചെയ്തിട്ടാ പറയാ? അതൊക്കെ എനിക്ക് ചെയ്യേണ്ടതുണ്ടായിരുന്നു എന്ന് പറയാനായിട്ട് അത് വെച്ച് പറയാം. അപ്പൊ പറയാണ് സ്പാർക്ലേഴ്സ്, പിന്നെ ഫ്ലവർ പോട്ട്സ് ആൻഡ് ഗ്രൗണ്ട് സ്പിന്നേഴ്സ് അല്ലേ. എനിക്ക് ഇതൊക്കെ കത്തിക്കാനുണ്ടായിരുന്നു. പിന്നെ എനിക്ക് എന്റെ ഫ്രണ്ട്സിന്റെ ഒക്കെ വീട്ടിൽ പോകാനുണ്ടായിരുന്നു. അപ്പോ ഫ്രണ്ട്സിന്റെ വീട്ടില് റിലേറ്റീവ്സിന്റെ ഫ്രണ്ട്സിന്റെ ഒക്കെ വീട്ടിൽ പോകാനുണ്ടായിരുന്നു. I had to go. Correct. I had to go. My relatives and friends ഹോംസ് അവരുടെയൊക്കെ വീട്ടിൽ എനിക്ക് പോകാനുണ്ടായിരുന്നു. ഞാൻ അവരുടെയൊക്കെ വീട്ടിൽ പോയി നല്ല അടിപൊളി പായസവും സദ്യയും ഒക്കെ ഞാൻ കഴിച്ചു. അല്ല, കഴിക്കാനുണ്ടായിരുന്നു, ഞാൻ കഴിച്ചു. ate എന്ന് പറയാം, അല്ലെങ്കിൽ had എന്നും പറയാം. I had delicious food. അവിടെ നിന്ന് ഫ്രം there അവിടെ നിന്ന് ഡെലീഷ്യസ് ഫുഡൊക്കെ ഞങ്ങൾ കഴിച്ചു. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ വിഷുവിന് സാധാരണ യൂസ് ചെയ്യുക അല്ലേ. കാരണം നമ്മൾ ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്യും, അതുണ്ടാക്കും, പിന്നെ പടക്കം പൊട്ടിക്കും, പിന്നെ വിഷുക്കൈനീട്ടം കൊടുക്കും. ഇത്രയൊക്കെ ഉള്ളതാണ് എൻ്റെ ഒരു ഓർമ്മ അല്ലേ. പിന്നെ നമ്മൾ സദ്യ ഒക്കെ ഉണ്ടാക്കി കഴിക്കും. പിന്നെ നമ്മളിവിടെ സാധാരണ ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ വീട്ടിലേക്ക് എല്ലാവരും വിളിക്കുമ്പോൾ പല ആളുകൾക്കും എത്താനൊക്കെ ബുദ്ധിമുട്ടാവും. അപ്പം നമ്മൾ നല്ല ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ട് അങ്ങോട്ട് അവർ വീട്ടിലേക്ക് എത്തിക്കുക ചെയ്യുന്നത്. അത് മിക്കവാറും ഒരു 1.5 മണിക്കൂർ അതിന്റെ ട്രാവലിങ്ങും പരിപാടികളൊക്കെ അതുണ്ടാവും. അതുകൊണ്ട് പിന്നെ ഞങ്ങളെ റിലേറ്റീവ്സ് ഞാൻ പറഞ്ഞില്ലേ, എല്ലാവരും വരും, വൈകുന്നേരം വരുള്ളൂ. അവിടുത്തെ കുറെ പേരൊക്കെ ഒക്കെ വിളിക്കാനൊക്കെ ഉണ്ടാവില്ല. അപ്പോ അങ്ങനെ വൈകുന്നേരം ഒക്കെ വരാൻ പറ്റുള്ളൂ. അങ്ങനെയൊക്കെയാണ് നമ്മള് വിഷു. പക്ഷെ 1 മണിക്കൂറോ 2 മണിക്കൂർ നമ്മൾ ട്രാവലിംഗ് ആവും. കാരണം നമുക്ക് വരാൻ പറ്റാത്ത ആൾക്കാരുണ്ടാവും, അവർക്കൊക്കെ കൊണ്ടു കൊടുക്കാനായിട്ട്. അപ്പൊ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പൊ നമ്മൾ പ്രധാനമായിട്ട് പടക്കം പൊട്ടിക്കലും പൂത്തിരി കത്തിക്കലൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പക്ഷേ നമ്മൾ നാളത്തെ വിഷു അടിച്ചു പൊളിച്ചിരിക്കും. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്, കമന്റ്. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക്. Thanks for watching.